എല്ലാവിധ നാഷണൽ സ്വർഗത്തിൽ പോകണമെന്നും യേശുവിനെ കാണണമെന്നും എം ലോറൻസ് പറയുന്ന വീഡിയോ ഉണ്ടെന്ന അവകാശവാദവുമായി പെൺമക്കൾ. തന്റെ സംസ്കാര ചടങ്ങ് എങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് എം ലോറൻസ് പറയുന്ന വീഡിയോ ഉണ്ടെന്ന അവകാശവാദവുമായി പെൺമക്കൾ. സ്വർഗത്തിൽ പോകണം, യേശുവിനെ കാണണം, മകൾ സുജ പറയുന്നിടത്ത് തന്നെ അടക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് മക്കൾ കോടതിയിൽ സമർപ്പിച്ച വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിൽ ലോറൻസിന്റെ മുഖം വ്യക്തമല്ല. 2022 ഫെബ്രുവരി 25-നാണ് വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പച്ചന് എനിക്ക് സ്വർഗത്തിൽ പോകണം, യേശുവിനെ കാണണം, സുജ പറയുന്നു, ഞാൻ സുജ പറയുന്ന അടുത്ത് അടക്കം ചെയ്യണം, എനിക്കത് നിർബന്ധമാണ്, അതിന് മാറ്റം വരുത്താൻ പാടില്ല. ഇത്രയാണ് 5 സെൻറ്റൻസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ പറഞ്ഞതാണ്. നമ്മൾ ആ പറയുന്ന ടൈമും ഡേറ്റും എല്ലാം കോർട്ടിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. 25 ഫെബ്രുവരി 2022. എനിക്ക് സുഖത്തിൽ പോകണം, യേശുവിനെ കാണണം, സുഖത്തിന് അടക്കം ചെയ്യണം, അത് മാറ്റം വരുത്താൻ പാടില്ല. അതാണ് എനിക്ക് നിർബന്ധമുള്ളത്. ഇത്രയാണ് പറയുന്നത്. ഒന്നുകൂടെ പ്ലേ ചെയ്യണം. ക്യാമറയിൽ ഒന്ന് ഫേസ് എടുത്തിട്ടില്ല, കാണിച്ചുകൊണ്ട് ഇനിയും കേൾപ്പിക്കാം. എനിക്ക് സുഖത്തിൽ പോകണം, യേശുവിനെ കാണണം, സുഖത്തിന് അടക്കം ചെയ്യണം. ഈ വീഡിയോ വീണ്ടെടുക്കാൻ കഴിഞ്ഞ പശ്ചാത്തലത്തിൽ പെൺമക്കൾ ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി നൽകിയിട്ടുണ്ട്. കുടുംബത്തിലെ സഹോദരങ്ങൾ തമ്മിലുള്ള അകൽച്ച പലരും മുതലെടുത്തുവെന്നും പെൺമക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ആദ്യഘട്ടത്തിൽ താൻ ഒപ്പിട്ടു നൽകിയത് സഹോദരൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണെന്ന് മകൾ സുജാത പറഞ്ഞു. കള്ളസാക്ഷികളെ കൊണ്ടുവന്നാണ് കോടതി വിധി നേടിയതെന്നും ആശാ ലോറൻസും പറഞ്ഞു. 5 മാസം കഴിഞ്ഞു. എറണാകുളം മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കേസുകളൊക്കെ നടന്നു. ഇവിടെ ഹൈക്കോടതിയിൽ നിന്ന് പിന്നെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കും. നീതി മീൻസ് അപ്പച്ചൻ പള്ളിയിൽ അടയ്ക്കണം പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു പ്രൂഫ് കൊടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്നാണെങ്കിലും ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് നമ്മൾ അതിന് പ്രൂഫൊന്നും പെൺമക്കൾ കൊടുത്തില്ല എന്നുള്ള എവിഡൻസ് ഒന്നും കൊടുത്തില്ല എന്നുള്ള അങ്ങനെ പറഞ്ഞപ്പം എവിഡൻസ് കൊടുക്കുകയാണെങ്കിൽ ഇതിനൊരു തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വീണ്ടും ഫോൺ കംപ്ലീറ്റ് ചെക്ക് ചെയ്തു. അപ്പം ഓഡിയോ ആണ് എടുത്തതെന്നുള്ള ഇതിലാണ് എൻ്റെ മനസ്സിൽ, ചില വർഷങ്ങൾ കഴിഞ്ഞല്ലോ, അപ്പം ഓഡിയോ ആണ് എടുത്തതെന്നുള്ളതിൽ ഓഡിയോ മുഴുവൻ തപ്പിയിട്ട് കിട്ടിയില്ലായിരുന്നു, വോയിസ് ക്ലിപ്പൊക്കെ കിട്ടിയില്ലായിരുന്നു. വീണ്ടും ആശ പറഞ്ഞിട്ട് അപ്പം ഞങ്ങളുടെ പെൺമക്കളെ അപ്പച്ചനെ നോക്കിയില്ല എന്നും കോർട്ടിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ സുപ്രീം കോടതി വരെ പോയി സിംഗിൾ ബെഞ്ച് ഡിസ്മിസ് ചെയ്തു. അതിനുശേഷം ഡിവിഷൻ ബെഞ്ചും ഡിസ്മിസ് ചെയ്തു. പിന്നീട് സുപ്രീം കോടതിയിൽ പോയി. അപ്പോൾ സുപ്രീം കോടതി 3 കാര്യമാണ് പറഞ്ഞത്. ഹൈക്കോടതി പഠിച്ചിട്ട് ചെയ്ത കാര്യം, അതിലിടപെടാൻ താല്പര്യമില്ല ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ. രണ്ടാമത്തത് പറഞ്ഞത് ഒരു കുടുംബത്തിന് അഭിമാനം കിട്ടുന്ന കാര്യമല്ലേ എന്ന്. പിന്നെ 3ാമത് പറഞ്ഞതാണ് പെൺമക്കൾ റിലേറ്റഡ് പ്രൂഫ്സ് ഒന്നും ഹാജരാക്കിയിട്ടില്ല എന്ന്. അത് അപ്പോഴാണ്, അപ്പോൾ ആ സമയത്ത് സുജ അബ്രോഡായിരുന്നു. പിന്നെ ഇത് വിധി അറിഞ്ഞപ്പോഴാണ് ആദ്യമേ ഇത് ശ്രമിക്കുന്നുണ്ടായിരുന്നു, ഇതൊന്ന് റിട്രൈവ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സുജയുടെ ഈ ഇപ്പോൾ കാണിച്ച ഫോണിലല്ല, പഴയ ഫോണിലാണ്. ആ ഫോണും ഇവിടെ ഉണ്ട്. ഇതിലാണ് റെക്കോർഡ് ചെയ്തത്. ഒത്തിരി പഴയ ഫോണുമാണ് ഇതിലാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.